അവള് വരുന്നുണ്ട്. നിൽക്ക. നിനക്ക് ഞാൻ തന്ന അവധി ഇന്നത്തോടെ തീരുകയാണ്. നാളെ ഞാൻ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യും. പിന്നെ എനിക്കോ നിനക്കോ നിന്റെ അമ്മയ്ക്കോ ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. പപ്പ രജിസ്റ്റർ ചെയ്തോളൂ, ഞാനെതിര് നിൽക്കുന്നില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വത്തിൽ നിന്നും ഒരു ചില്ലി കാശ് പോലും എനിക്ക് വേണ്ട. ഞാനത് പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പൊ ഞങ്ങളെ ധിക്കരിച്ച് പോകാൻ തന്നെ നീ തീരുമാനിച്ചു അല്ലേടി? ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്നെ നാട്ടിലെത്തിച്ച് ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും മുന്നിൽ ബുദ്ധിപൂർവ്വം പപ്പ ഒരു നാടകം കളിച്ചു. അതിൽ എന്നെ തളച്ചിടാൻ കഴിഞ്ഞു എന്നോർത്ത് പപ്പ ആഹ്ലാദിച്ചോളൂ. സ്വത്ത് മുന്നിൽ നിരത്തി വെച്ചാണല്ലോ പപ്പ മകൾക്ക് വില നിശ്ചയിച്ചത്. ആ സ്വത്തിന് എനിക്ക് വേണ്ട പപ്പ. അത് ആശ്രമത്തിന് എന്നെ കൊടുത്തോളൂ. നിങ്ങൾക്കൊപ്പം ഞാനും വരാം. ഇനിയുള്ള കാലം ആശ്രമത്തിൽ ജീവിക്കാൻ ഞാൻ തയ്യാറാ. ഇത്രയും കാലം നിങ്ങളുടെ കൂടെയല്ലേ ജീവിച്ചത്. ഇനി അതിനൊരു മാറ്റം വേണ്ട. മോളെ, നിന്റെ നന്മ മാത്രമേ പപ്പ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആശ്രമത്തിൽ ജീവിക്കേണ്ടവളല്ല നീ. പപ്പയുടെയും അമ്മയുടെയും മുഴുവൻ സ്വത്തിനും ഏക അവകാശി നീയാ. കുടുംബത്തിൽ പിറന്ന ഒരു ചെറുപ്പക്കാരനോടൊപ്പം മകൾ ജീവിച്ചു കാണാനേ ഈ അച്ഛനമ്മമാർ മോഹിച്ചിട്ടുള്ളൂ. അരവിന്ദുമായുള്ള വിവാഹം കഴിയുമ്പോൾ നിനക്ക് ബോധ്യമാകും ഞങ്ങളെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന്. ജീവിതം ഒന്നേ ഉള്ളൂ, അതൊരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല മോളെ. മക്കളുടെ കാര്യത്തിൽ അവിടെയാണ് മാതാപിതാക്കൾക്കുള്ള സ്ഥാനം. പപ്പ എടുത്ത ശരിയായ തീരുമാനത്തെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. മതി മോളെ. ഇപ്പോഴാ നീ അരമനയിൽ മുകുന്ദൻ മേനോന്റെ മോളായത്. ജീവിതം വെട്ടിപ്പിടിക്കാനുള്ളതാ, അല്ലാതെ ഒഴുക്കിക്കളയാനുള്ളതല്ല. ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. വൈകിട്ട് നമുക്കൊന്ന് അമ്പലത്തിൽ പോണം. എന്റെ മോക്ക് നല്ല ബുദ്ധി തോന്നിപ്പിച്ചതിന് ദേവിയോട് നന്ദി പറയണം. ചെല്ല്. മോളെ ആ ഡോക്യുമെന്റ്സ് വലിച്ചിട്ട് കളഞ്ഞേക്ക്. ഏയ്, ഇപ്പൊ എന്ത് തോന്നുന്നു? സത്യം പറയാലോ മുകുന്ദേട്ടാ, എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. അവൾ അനുസരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു സുഗന്ധി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്നിട്ട് വേണം അഴകത്തേക്കൊന്ന് വിളിക്കാൻ. ഇനി എത്രയും വേഗം വിവാഹത്തീയതി കുറിക്കണം. നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ജീവിതം തിരിച്ചു കിട്ടിയ ദിവസം എന്ന്. ഹലോ, മുകുന്ദൻ മേനോൻ ഹിയർ. നമസ്കാരം മുകുന്ദൻ മേനോൻ. ആരാ? മനസ്സിലായില്ല. നമ്മൾ തമ്മില് നേരിട്ട് കണ്ടിട്ടുള്ള പരിചയമൊന്നുമില്ല, പക്ഷേ പറഞ്ഞാലറിയും. മകളുടെ വിവാഹം നിശ്ചയിച്ചോ? അതിനുവേണ്ടിയാണല്ലോ ഡൽഹി വിട്ട് ഓടിയത്. മകളുടെ ശരീരം മാത്രമേ നിങ്ങളുടെയിലുള്ളൂ, അവളുടെ മനസ്സ് എന്റെ കയ്യിലാ. ഇനിയും ഞാൻ ആരാണെന്ന് ഡൗട്ടുണ്ടോ മുകുന്ദൻ സാറിന്? നീ? യെസ് മുകുന്ദൻ സാർ, ഞാൻ തന്നെ, സോളമൻ. ഞാനിപ്പോ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്.
നമ്മൾ തമ്മില് 10 കിലോമീറ്റർ അകലം മാത്രം. ഞാനിങ്ങി പോന്നു സാറേ. നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, എവിടാണെന്ന് പറ. സൂര്യതീരം റിസോർട്ടിൽ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് മീറ്റ് ചെയ്യണം. ശരി, ഞാൻ എത്താം. വെൽക്കം മുകുന്ദൻ സാർ, വെൽക്കം. വരണം വരണം. മുകുന്ദൻ സാർ ഇരിക്കണം, ഇരിക്കണം. സാറിന് കുടിക്കാൻ എന്താ വേണ്ടത്? കോഫി ഓർ എനിത്തിങ് ഹോട്ട്? നിന്റെ ആതിഥ്യം സ്വീകരിക്കാൻ വന്നതല്ല. പറ, എന്താ നിന്റെ ലക്ഷ്യം? എന്തിന് നീ ഞങ്ങളുടെ പിന്നാലെ വന്നു? റിലാക്സ് റിലാക്സ്. ഇങ്ങനെ തുടരെ ചോദ്യങ്ങൾ വന്നാ ഞാൻ എന്ത് ചെയ്യും മുകുന്ദൻ സാർ? ഓരോന്നായിട്ട് ചോദിക്കുക, 1 by 1. എന്തിന് നീ ഇവിടെ വന്നു? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞതല്ലേ മുകുന്ദൻ സാറേ. മുകുന്ദൻ സാറിന്റെ മകളുടെ മനസ്സ് ദാ എന്റെ ഈ നെഞ്ചിനുള്ളിലാ. അത് ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് നിങ്ങളുടെ പിന്നാലെ വരാതിരിക്കാൻ കഴിയുമോ സാറേ? അത് നിന്റെ തോന്നല് മാത്രമാ. എന്റെ മകൾക്ക് നിന്നോടൊരു ഇഷ്ടം തോന്നിയിരുന്നു, അത് അവള് തിരുത്തുകയും ചെയ്തു. ഓ, അപ്പൊ അങ്ങനെയാണ് മുകുന്ദൻ സാറ് ധരിച്ചു വെച്ചിരിക്കുന്നത്. നീ വന്നതുപോലെ തിരിച്ചു പോകാൻ നോക്ക് സോളമ. ഇതെന്റെ ഒരു ഉപദേശം മാത്രമാണ്. അല്ലെങ്കിൽ ആ ഭീഷണിയാണല്ലോ മുകുന്ദൻ സാറേ. എന്ന് കൂട്ടിക്കോ. പറഞ്ഞ അതുപോലെ മൂന്നമേനം ചെയ്തിരിക്കും. പോയില്ലെങ്കിൽ പിന്നെ പോകേണ്ടി വരില്ല നിനക്ക്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മുകുന്ദൻ സാറേ, നിങ്ങൾ കൊലപാതകം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഐ മീൻ ദൃക്സാക്ഷി ആയിട്ടുണ്ടോന്ന്? ഒരാളെ പിടിച്ചു നിർത്തി അവന്റെ പൊള്ളയ്ക്ക് കത്തി കയറ്റുന്ന കലാപരിപാടി കണ്ടിട്ടുണ്ടോന്ന്? വല്ല സിനിമയിലും കണ്ടിട്ടുണ്ടാവൂല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് മുകുന്ദൻ സാറേ. എന്റെ ഈ കണ്ണുകൾ കൊണ്ട് മർഡറും മാത്രമല്ല, റേപ്പും പിടിച്ചുപറി എല്ലാം. സോളമൻ അതിലൊരു പുതുമയില്ല. ചേരില സോളമൻ പിറന്നത്, വളർന്നത് ചേരിയിലും. പേരിന്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ വാലുകളൊന്നുമില്ല സോളമന്. ആരോടും കടപ്പാടും ബാധ്യതകളുമില്ല. ഞാൻ എന്ത് ചെയ്യുന്നോ അതാ എനിക്ക് ശരി. അങ്ങനെയുള്ള എന്നെ കൊന്നുകളയൊന്ന് പറയരുത് സാർ. സോളമൻ മുള്ളിപ്പോവും. മൈഥിലി നിന്നെ തള്ളി പറഞ്ഞാൽ പിന്നെ നിനക്കെന്ത് ചെയ്യാനാകും? വിവാഹത്തിന് സമ്മതമാണെന്ന് അവള് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതെ, ഞാൻ അവളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. നിങ്ങൾ ഇപ്പോഴൊരു വിഡ്ഢിയാ മുകുന്ദൻ സാറേ, പമ്പര വിഡ്ഢി. എന്റെ അരികിന്ന മൈഥിലി അങ്ങോട്ട് വന്നത്, അത് നിങ്ങൾക്കറിയാമോ? ഞാൻ വന്നതേ അവളെ ഡൽഹിക്ക് കൊണ്ടുപോവാനാ. എന്റെ ഒപ്പം വരാൻ തയ്യാറായ അവള് വന്നത്. അവക്ക് മുന്നിൽ നിങ്ങൾ വെച്ച ഭീഷണിയെ പറ്റി കേട്ടപ്പോ മടങ്ങിപ്പോയിക്കോളാൻ ഞാനാ സാറേ ഉപദേശിച്ചത്. എന്റെ ഒരു കോള് മതി അവള് തിരിച്ചു വരാൻ. മകളുടെ ധൈര്യം കാണണോ സാറിന്? നോ, അവളെ മടക്കി അയക്കാൻ നീ ഒരു മനസ്സ് കാണിച്ചെങ്കിൽ ഇനി ദ്രോഹിക്കരുത്. പറ, നിനക്കെന്താ വേണ്ടത്? അങ്ങനെ ചോദിച്ചാ ഞാൻ എന്താ പറയാ മുകുന്ദൻ സാറേ? മടിക്കണ്ട. ഒരുപാട് മോഹിച്ചതാ ഞാൻ അവളെ. ഇപ്പോഴും ഞാനൊന്ന് വിരൽ പിടിച്ചാ
അവൾ ഓടി വരും. സ്വപ്നം കണ്ടൊരു ജീവിതം പുറം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയല്ലേ സാർ ഞാൻ ചെയ്യുന്നത്. ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ സോളമൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ബുദ്ധിമുട്ടുണ്ടാവില്ല സാർ, പക്ഷേ അവള് മൈഥിലി ആവില്ലല്ലോ. സാറ് ചോദിച്ചില്ലേ എനിക്ക് എന്താ വേണ്ടതെന്ന്? ഒരു 10 ലക്ഷം രൂപ. 10 lakhs. ശരി, 10 ലക്ഷം രൂപ ഞാൻ തരാം. സോളമൻ എനിക്കൊരു ഉറപ്പ് തരണം. മൈഥിലിയുടെ മുന്നിൽ വരാനോ അവളെ ഇനി വിളിക്കാനോ പാടില്ല. സോളമന് വാക്ക് ഒന്നേ ഉള്ളൂ, പണം എപ്പ കിട്ടും? ഓ, മുകുന്ദൻ സാറ് ക്രാന്തദർശി തന്നെ. മകളുടെ കാമുകനെ കാണാൻ തയ്യാറെടുത്ത് തന്നെയാ വന്നല്ലേ. ഏതൊരച്ഛൻ ചിന്തിക്കുന്നതേ ഞാനും ചെയ്തിട്ടുള്ളൂ. എന്റെ ജീവിതത്തിന് നിങ്ങളിട്ട പ്രതിഫലം. ഓക്കെ, നാളെ ചെക്ക് മാറാം. പിന്നെ സോളമൻ ഈ സിറ്റി എന്നല്ല കേരളത്തിൽ പോലും ഉണ്ടാകരുത്. സോളമന് വാക്ക് ഒന്നേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും തീരില്ല മുകുന്ദൻ സാറേ. ഇതൊരു സാമ്പിൾ വരികട്ട് മാത്രല്ലേ.